ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ. നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 15 മുതൽ ഡിസംബർ 21 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫലസൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പല എപ്പിസോഡിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഭാരതീയ ജ്യോതിഷം വെസ്റ്റേൺ ആസ്ട്രോളജിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നുള്ള കാര്യം ആദ്യം അറിയുക. അവിടെ പരിഹാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാറില്ല. ഭാഗ്യം വർദ്ധിപ്പിക്കുവാനായിട്ട് രത്നധാരണം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ സൂചിപ്പിക്കാറേ ഉള്ളൂ. ഇത് നമ്മുടെ ഭാരതീയ ജ്യോതിഷം അങ്ങനെയല്ല. ഇവിടെ ദേവാരാധന അല്ലെങ്കിൽ ദേവതാ ആരാധനയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ജ്യോതിഷമുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പ്രത്യേക ഗ്രഹസ്ഥിതികൾ കൊണ്ട് അനുകൂലമല്ലാത്ത ഒരു കാലത്ത് ചില പ്രത്യേക ദേവതാ ആരാധന കൊണ്ട് ദോഷഫലങ്ങൾ കുറയ്ക്കാം എന്നും, അനുകൂലമായിട്ടുള്ള സ്ഥാനം, ഗ്രഹങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സ്ഥാനം വരുമ്പോൾ ദേവതാരാധന കൊണ്ട് അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുവാനും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വർദ്ധിപ്പിക്കുവാനും കഴിയും എന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഭാരതീയ ജ്യോതിഷം എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ ദൈവം എന്നുള്ള സങ്കല്പം ഭാരതീയ ജ്യോതിഷത്തിലും ഭാരതീയ ആചാരങ്ങളിലും തികച്ചും വ്യത്യസ്തമാണ്. പാശ്ചാത്യ ദൈവവിശ്വാസവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് എന്നുള്ളതാണ്. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ദേവതാസ്ഥാനമാണ്. ദൈവം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വേറെയാണ്. നമ്മൾ അഹം ബ്രഹ്മാസ്മി, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. തത്വമസി, ഇത്രയും വ്രതമെടുത്ത് നമ്മൾ ശബരിമലയിൽ ചെല്ലുമ്പോഴും അവിടെ എഴുതി വച്ചിരിക്കുന്ന യു ആർ ദാറ്റ്, തത്വമസി എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ അറിയുക എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടിയാണ് ഭാരതീയ വിശ്വാസം മുന്നോട്ട് പോകുന്നത്. ഭാരതീയ ആചാരക്രമങ്ങളും അങ്ങനെ തന്നെയാണ് എന്നുള്ള കാര്യം അറിയാം. മെഡിറ്റേഷൻ, ധ്യാന പ്രക്രിയയായാലും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ചില ടൂൾസാണ് നമ്മുടെ മെഡിറ്റേഷൻ, മന്ത്ര ഉപാസന, സ്തോത്ര ഉപാസന എന്നൊക്കെ പറയുന്ന ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് പ്രത്യേകിച്ചറിയാം. അതുപോലെ മാന്യപ്രേക്ഷകർ പലരും പറയാറുണ്ട് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി ഫലം നല്ലതാണെന്ന് പറഞ്ഞിട്ടും അനുഭവത്തിൽ വരുന്നില്ല എന്ന്. ഈ പ്രോഗ്രാമിൽ എപ്പോഴും പറയാറുണ്ട് ബേസിക് ഹൊറോസ്കോപ്പ്, അടിസ്ഥാന ജാതക പ്രമാണങ്ങൾക്കനുസരിച്ചിട്ടാണ്, അതിലെ ഗ്രഹസ്ഥിതി വെച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 50% ഫലം അതിലാണ് വരുന്നത്. ചാരവശാലുള്ള ഫലങ്ങൾക്ക് പിന്നീടുള്ള പ്രാധാന്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ആഴ്ചതോറും പറയുന്ന ജ്യോതിഷം, വാർഷിക ഫലമൊക്കെ ചാരവശാൽ ഇപ്പോൾ ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ജാതകത്തിലെ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ നിൽക്കുന്നു എന്നറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫലങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം അറിയാം. പിന്നീട് ദേവതാസ്ഥാനം, ദേവപ്രീതിയുള്ളവർക്ക് ദോഷഫലങ്ങൾ അത്രത്തോളം അനുഭവേദ്യമായി വരില്ല എന്നുള്ളതാണ്. അതാണ്. അതുപോലെ ഗുണഫലങ്ങൾ, മോശമായിട്ടുള്ള ഫലങ്ങൾ പലപ്പോഴും അനുഭവത്തിൽ വരില്ല. നമുക്ക് ദേവതയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ, കർമ്മഫലങ്ങൾ ശുഭത്വമുണ്ടെങ്കിലും നമുക്ക് ശുഭഫലങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള എക്സെപ്ഷൻസും അതിനകത്തുണ്ട്. ഇതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോൾ നല്ല സമയം വന്നാലും നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ചയൊന്നും ജീവിതത്തിൽ ഉണ്ടാകുക ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെപ്പോഴും നമുക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള, ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് പഠിത്തം ഒട്ടും ശരിയാകാത്ത അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ഒട്ടും ചെയ്യാത്തൊരു കുട്ടിക്ക് നല്ല സമയം വരുമ്പോഴേക്കും ഒന്നും പഠിക്കാതെ ഫസ്റ്റ് റാങ്ക് കിട്ടുക അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാനത്തിനനുസരിച്ച്, അതാണ് ജ്യോതിഷത്തിൽ എപ്പോഴും പറയും ദേശം, കാലം, പ്രായം, സ്ഥാനം. അതിനകത്ത് പ്രായം അനുസരിച്ച് 90 വയസ്സാൾക്ക് രാജയോഗം വന്നു കഴിഞ്ഞാൽ അത് ആർക്കൊക്കെയാണ് കിട്ടുക? മക്കൾക്കും കൊച്ചുമക്കൾക്കും കുടുംബത്തിനും പൊതുവേ ആയിരിക്കും കിട്ടുക. അപ്പോൾ പ്രായം, സ്ഥാനം, പിന്നെ ആളുടെ സ്ഥാനം അറിഞ്ഞു വേണം ഫലം പറയാൻ എന്നുള്ളതാണ്. ആളുടെ സ്ഥാനം അനുസരിച്ചിട്ട് ഒരാൾക്ക് 50 റുപ്പീസ് 50 രൂപ കിട്ടുക എന്ന് വെച്ചാൽ അത് വലിയ കാര്യമാണ് ചിലർക്ക്. എന്നാൽ ചിലർക്ക് 500 കോടി കിട്ടിയാലും അവരുടെ 50,000 crores ഒരു എംപയർ ആയിരിക്കും. അപ്പോൾ അതൊരു 500 crores എന്ന് പറയുന്ന ഒരു വലിയ കാര്യമൊന്നുമല്ല. 500 കോടി എന്ന് പറയുന്നൊരു വലിയ കാര്യമൊന്നുമല്ല. ഒരു നേരം ആഹാരം കഴിക്കാൻ മാത്രം ഉള്ള ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 50 രൂപ വളരെയധികം പ്രാധാന്യമുള്ള 50 രൂപയാണെന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ജ്യോതിഷം പറയുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും, അതായത് പ്രായഭേദമന്യേ നമ്മുടെ സ്ഥാനം എന്തോ ആവട്ടെ, വലിയ കോടീശ്വരനോ സാധാരണക്കാരനോ അല്ലെങ്കിൽ അന്നം കഴിക്കുന്നവരോ ആരോ ആവട്ടെ, അവർക്കൊക്കെ പ്രാർത്ഥന കൊണ്ട് മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ വരും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. പ്രാർത്ഥനയോടെ സമർപ്പണത്തോടു കൂടി മുന്നോട്ട് പോവുക, ജീവിതത്തിൻ്റെ ഒരു അർത്ഥം വരും.
ജീവിതത്തിന് അർത്ഥം വരിക എന്ന് പറയുന്നതിന് വലിയ കാര്യമല്ലേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴേക്കും ഇറ്റ്സ് വെരി മീനിങ് ഫുൾ എന്നുള്ളൊരു ഫീലിങ്ങോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ വി ആർ ബ്ലെസ്ഡ് എന്നല്ലാണ്ടെന്ന് പറയാണ്. അപ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മൾ വാരഫലത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. പൊതുവെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേർന്നിട്ടുണ്ടാവും. കഴിഞ്ഞ വാരവും ഈ വാരവും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുന്നത്. ഈ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളുടെ കൂടെ ചില പ്രയാസങ്ങളും ടെൻഷൻസും ഒക്കെ ഉണ്ടാകും. എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ആൾക്കാരും പറയും അങ്ങനെയല്ല. സന്തോഷകരം ഇപ്പോൾ ബന്ധുക്കൾ പരിചയക്കാരെ കണ്ടുമുട്ടുക, അവരുമായിട്ടുള്ള പാർട്ടീസിലൊക്കെ പങ്കെടുക്കുക, ഇങ്ങനെയുള്ള സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും. എന്നാൽ ചില വൈകാരികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അവിചാരിതമായിട്ട് പൊതുവെ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് കുറച്ച് മനോവിഷമമൊക്കെ ഉണ്ടാകുകയും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വരിക എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമാണ്. ഈ രാശിക്കാർക്ക് ഇപ്പോൾ പ്രൊമോഷൻ സാധ്യത, സാലറി ഏരിയാസ്, എന്തെങ്കിലും ഒരു ഉയർച്ച ഈ വാരം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ബെറ്റർ പൊസിഷൻസിനൊക്കെ അപ്ലൈ ചെയ്തോളൂ. ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യണം. വിജയം ഉണ്ടാകാനുള്ള ഭാഗ്യമുണ്ട്. വിവാഹ കാര്യങ്ങൾക്ക് നല്ലൊരു വാരമാണ്. ഇപ്പോൾ ശ്രമിച്ചോളൂ കേട്ടോ. വിവാഹം പലതരത്തിൽ തടസ്സപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വരുന്ന കാലമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയം വിവാഹത്തിലെത്തുവാനുള്ളൊരു ഭാഗ്യമുണ്ടാകും. ഇങ്ങനെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ കാണുന്നു. അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ ഏറെയുള്ള ഈ വാരം നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഗണപതി പ്രീതിയാണ്. അടുത്ത ക്ഷേത്രത്തിലെ ഗണപതിയെ കഴിയുന്നതും ദിവസവും വണങ്ങുക. ഒരു നാളികേരം അവിടെ സമർപ്പിച്ചോളൂ. തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോകും. ഈ രാശിയിൽ ജനിച്ചവരിൽ ചിലർക്കെങ്കിലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. വളരെ കുറച്ച് പേർക്ക് അതങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ പ്രത്യേകം അശ്വതി നക്ഷത്രത്തിന് പ്രത്യേകിച്ചും അപ്പോൾ പണം ഇങ്ങനെ ചിലവായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവർ മഹാലക്ഷ്മി പ്രീതി അത്യാവശ്യം വരുത്തണം. മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം നടത്താം. മഹാലക്ഷ്മിയുടെ സ്തോത്രം ദിവസവും കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങിപ്പോകും. സന്തോഷമായിരിക്കും. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. യാത്ര, അലച്ചിൽ, ക്ലേശം ഇവ വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ അപ്രോച്ച് ചെയ്താൽ തന്നെ അവർ അതിനുവേണ്ടി ശ്രമിച്ചാലും അതങ്ങോട്ട് ശരിയായിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ അവരുമായിട്ട് തന്നെ ഒരു നീരസം, അകൽച്ചയൊക്കെ വരാം. അതുകൊണ്ടല്ല, നമ്മുടെ സമയം അത്ര ശുഭമല്ല എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ശ്രമങ്ങളിൽ ഒരു പക്ഷേ കാര്യങ്ങളങ്ങനെ സാധ്യമായിക്കൊള്ളണമെന്നില്ല. അത് അല്പം കൂടി വൈകാം. എന്നാൽ കാര്യങ്ങളൊക്കെ പ്രാർത്ഥന കൊണ്ട് ശരിയാകും എന്നുള്ളതിൽ സംശയം വേണ്ട. പഴയ ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ അവൈൽ ചെയ്തിട്ടുള്ളവർക്ക് അത് റീപേയ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലമാണിപ്പോൾ. അതായത് എങ്ങനെ അതൊക്കെ റീപേ ചെയ്യുക? കാരണം അത് ഇതിനെടുത്ത് വെച്ചിരുന്ന കാശൊക്കെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കേണ്ടി വന്നല്ലോ ഭഗവാനെ എന്നൊക്കെ ഓർത്ത് അല്പം ഒരു ടെൻഷൻ വരുന്ന ഒരു കാലമാണ്. പിന്നെ കൂട്ടുകെട്ടൊന്ന് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചും കൂട്ടുകെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രയാസങ്ങളും പഠനകാര്യങ്ങളിൽ പിന്നോക്കം പോകാനുമൊക്കെയുള്ള സാധ്യത ഏറെയാണ്. എന്ന് മാത്രമല്ല, വാക്കുകൾ കൊണ്ട് ഒരു പക്ഷേ വളരെ വേണ്ടപ്പെട്ടവർ അകന്നു പോകാം. അത് പലപ്പോഴും ഒരു നിരാശയിൽ നിന്ന് വരുന്ന വാക്കുകളായിരിക്കാം. പക്ഷെ അത് കുടുംബജീവിതത്തിൽ ചില പ്രയാസങ്ങളും അകൽച്ചയ്ക്കുമൊക്കെ സാധ്യത ഏറെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ സരസ്വതി പ്രീതി അത്യാവശ്യം വരുത്തുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിച്ചോളൂ. ഔചിത്യത്തോടുകൂടി സംസാരിക്കുവാനും പെരുമാറുവാനും അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാക്കുവാനും ഓഫീസിലായാലും പ്രൊഫഷണലായാലും ഇതുകൊണ്ട് തന്നെ ഉയർച്ച വളരെ ടാക്റ്റിക്കലായിട്ട് നമുക്ക് മൂവ് ചെയ്യാനും ഒക്കെ ദേവി സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി, മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. കുടുംബജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ആർക്കെങ്കിലും ചെറിയ ആരോഗ്യ പ്രയാസങ്ങൾ കൊണ്ട് ധനനഷ്ടത്തിനുള്ള സാധ്യത ഏറെയാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത വരുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് വെക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ വാഹനം ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലമാണ്. ആ സമയത്തുള്ള യാത്ര ഒഴിവാക്കുക. ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും തീർത്തും ഒഴിവാക്കേണ്ട ഒരു കാലമാണ്. അപരിചിതർ, അതിപ്പോൾ ഫ്രണ്ട്സ് ആയാലും തരക്കേടില്ല, അവരുടെ പിലിയൻ റൈഡറായിട്ട് പുറകിലിരുന്ന് പോകുവാൻ തന്നെ അത്ര
നല്ലൊരു സമയമല്ല. ഓഫ് കോഴ്സ് നമ്മുടെ യൂഷ്വൽ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ നമുക്കിപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. രാത്രികാല സഞ്ചാരം, പിക്നിക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യം എന്നുള്ള കാര്യം യങ്സ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊള്ളുക. പിന്നെ നമ്മുടെ സൗഹൃദം ഒന്ന് ലിമിറ്റ് ചെയ്യുക, ഒന്ന് നിയന്ത്രിക്കുക, അത് വളരെ പ്രധാനം. പഠന കാര്യങ്ങളിൽ ഉയർച്ചയ്ക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുതിയ ബിസിനസ്സിൽ ഇപ്പോൾ പ്രവേശിക്കുവാൻ പറ്റിയ കാലമല്ല. ബിസിനസ് എക്സ്പാൻഷൻ ആയാലും ഡൈവേഴ്സിഫിക്കേഷൻ ആയാലും ഷെയർ മാർക്കറ്റ് ട്രേഡ് ആയാലും കഴിയുന്നതും ഈ വാരം ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയാം. മാതാവിന്, ഈ രാശിയിൽ ജനിച്ചവരുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ മാതൃസ്ഥാനീയർ എന്ന് പറയും, അമ്മയുടെ അടുത്ത ബന്ധക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വരാനുള്ള സാധ്യത ഏറെയാണ്. അതുവഴി അല്പം ധനനഷ്ടമോ ഒക്കെ വരാൻ സാധ്യത ഏറെയുള്ള വാരമാണെന്ന് അറിയുക. ശിവപ്രീതി കൊണ്ട്, മഹാദേവ പ്രീതി കൊണ്ട് ആരോഗ്യ പ്രയാസങ്ങളൊക്കെ തന്നെയും അങ്ങോട്ട് നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. അതായത് ശിവക്ഷേത്ര ദർശനം ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ നടത്തുകയും ഓം നമഃ ശിവായ ദിവസവും ജപിക്കുന്നതും കൊണ്ട് പൊതുവെയുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ രാശിയിൽ ജനിച്ചവർക്കും അവരുടെ മാതൃസ്ഥാനീയർക്കുള്ള ആരോഗ്യ പ്രയാസങ്ങൾ നീങ്ങി കുടുംബത്തിന് ഐശ്വര്യവും സന്തോഷവും സമാധാനവും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. ധാരാളം പണം ചിലവാക്കിയിട്ടുണ്ടാകും എന്നുള്ളതാണ് കഴിഞ്ഞ വാരത്തിലും ഈ വാരത്തിൻ്റെ ആദ്യ ഭാഗത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടെൻഷൻ വരാം. കുറച്ച് പണമൊക്കെ ഉണ്ടായിരുന്നു, പല വഴിക്ക് കിട്ടിയതാണ്, അതൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോയി, ചിലവായി പോയി എന്നൊക്കെയുള്ളൊരു, അതായത് എന്തെങ്കിലുമൊക്കെ കോസ്റ്റ്ലി ഐറ്റംസും ഒക്കെ വാങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്ത വരാം. അപ്പോൾ അതുകൊണ്ടൊരു വിഷമം വരാം. വിഷമം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ജീവിതത്തിൽ കുറച്ചൊക്കെ ആഘോഷവും ആഡംബരവും ഒക്കെ വേണമല്ലോ, നമുക്കത് കഴിയുമെങ്കിൽ. കാരണം അനാവശ്യമായിട്ടുള്ള ആഡംബരവും ആഘോഷവുമല്ല, നമ്മളെ ജീവിതത്തിനെ കൂടുതൽ സുന്ദരമാക്കുവാനായിട്ട് ഇതും ആവശ്യമാണ്. യാത്രകൾ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം, ഈ വാരവും യാത്രകൾക്കുള്ള സാധ്യതയുണ്ട്. തീർത്ഥാടനമാകാം, ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യാത്രയാകാം, വിവാഹം ഉൾപ്പെടെയുള്ള മംഗളകർമ്മങ്ങൾ ഗൃഹത്തിലുണ്ടാകുവാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവിചാരിതമായിട്ട് അല്പം പണം വരുവാനും ലാൻഡ് ട്രാൻസാക്ഷൻസ് നടക്കുവാനും യോഗമുള്ളൊരു വാരവുമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിരുത്തി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം കൂടി പ്രത്യേകിച്ച് അറിയുക. പ്രണയം, വിവാഹം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രണയം, വിവാഹത്തിലെത്തുവാനുള്ള യോഗമുണ്ട്. ഈ പ്രണയത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും അങ്ങ് പ്രണയിക്കും എന്നുള്ളൊരു സൂചനയല്ല, പ്രണയിക്കുന്നവർക്ക് എന്നുള്ള കാര്യമാണ്. കാരണം പ്രണയം പലപ്പോഴും അപൂർവമായി വരുന്ന ഒരു കാലമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പലർക്കും ഒരു തമാശയായിട്ട് തോന്നും, ഇപ്പോൾ ആൾക്കാർ പ്രണയിച്ചല്ലേ മുന്നോട്ട് പോകുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. അത് പ്രണയിക്കുന്ന ചില പ്രത്യേക മൈൻഡ് സെറ്റാണ്. ഒരു പ്രായത്തിനും ഒക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹ തടസ്സം അനുഭവപ്പെട്ടിരുന്നവർക്ക് യോജിച്ച രീതിയിലുള്ള വിവാഹാലോചനകൾ വന്നു ചേരുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകളാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് ശ്രീ ഗണേശ സ്തോത്രം പ്രണമ്യ ശിരസാദേവം ഗൗരീപുത്രം വിനായകം എന്നുള്ള ആ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. ചെറിയ ആരോഗ്യ പ്രയാസങ്ങളുടെ ഒരു സൂചനയുണ്ട്. അപ്പോൾ ശിവക്ഷേത്ര ദർശനം കൂടി നടത്തിക്കൊള്ളൂ, ആ പ്രയാസങ്ങൾ നീങ്ങും, സംശയം വേണ്ട, സന്തോഷമായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. ഈ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് തടസ്സം വരികയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വിഷമം വരാം. അതായത് ബിസിനസ്സിൽ പുതിയ ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാമെന്ന് വെച്ചപ്പോൾ അതൊട്ട് നടക്കുന്നില്ല. ഇപ്പോഴുള്ള ബിസിനസ്സിൽ തന്നെ പല തടസ്സങ്ങളാണ്, ഒന്നും അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ലല്ലോ എന്നെല്ലാവരോടും പറയുന്നുണ്ടാവും. എവറിത്തിങ് ഈസ് സ്റ്റാൻഡിങ് സ്റ്റിൽ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല, ഡൈനമിക് തന്നെയാണ്. കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ശരിയായിട്ട് വരുന്നുണ്ട്, അതിനൊരു കാലതാമസം വരുന്നു എന്നുള്ളതേ ഉള്ളൂ. വേണ്ടപ്പെട്ടവരുടെ സഹായം നമുക്ക് വേണ്ട സമയത്ത് ലഭിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. അതുപോലെ ജീവിത പങ്കാളി, ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായാലും അവരകന്നു പോകുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാവും. നമ്മളോട് താല്പര്യം കാണിച്ചിട്ട് ഇപ്പോൾ എന്തോ കാരണം കൊണ്ടോ നമ്മുടേതായിട്ടുള്ള തന്നെ എന്തോ ഒരു മിസ്റ്റേക്ക് കൊണ്ട് അവർ അകന്നു പോകുന്നില്ലേ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാം. അപ്പോൾ ശനി അത്ര അനുകൂല സ്ഥിതിയിലല്ല.
അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് നമുക്ക് ചെയ്യാത്ത ചില കുറ്റങ്ങൾക്ക് ആരോപണം കേൾക്കേണ്ട ഒരു സാഹചര്യം വരാം എന്നുള്ളതാണ്. അതൊക്കെ വരും. ഇപ്പോൾ സിനിമ, TV, മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അർഹിക്കുന്ന ഒരു പൊസിഷൻ അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു അവസരം ഇങ്ങനെ വന്നു ചേർന്നിട്ട് അങ്ങോട്ട് നഷ്ടപ്പെടുന്ന ഒരു തോന്നലും ഒക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. പൊതുവേ ഒരു ടെൻഷൻ അനുഭവപ്പെടുന്ന വാരമാണ്. ഉറക്കത്തിന് ചെറിയ പ്രയാസങ്ങൾ, സുഖമായിട്ട് ഉറങ്ങിയാൽ പോലും ശരീരത്തിനൊരു ക്ഷീണമൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും പഠിക്കാനിരിക്കുമ്പോൾ ക്ഷീണം, മടി കൂടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇറിറ്റബിലിറ്റിയും വളരെ കൂടുതൽ, പെട്ടെന്ന് ദേഷ്യം വരിക എന്നൊക്കെ പറഞ്ഞ ഒരവസ്ഥയിലേക്കും കാര്യങ്ങൾ പോകുന്ന സമയമാണ്. ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല, ശനിപ്രീതി വരുത്തിക്കോളൂ കേട്ടോ. ശനിയാഴ്ച വ്രതമെടുക്കുക, ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക, ദിവസവും ശ്രീ ധർമ്മശാസ്താവിൻ്റെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക. എത്രയും ചെയ്തോളൂ. എല്ലാ പ്രയാസങ്ങളും തടസ്സങ്ങളും നീങ്ങുന്നു മാത്രമല്ല, ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകുവാനും ഈ പ്രാർത്ഥന സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. കന്നിരാശി, ഉത്തര അവസാനത്തെ 1/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ അനുകൂലമായിട്ടുള്ള പല സൂചനകൾ ഏറിയിരിക്കുന്ന ഒരു വാരമായിരിക്കും. പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. ഇപ്പോൾ IT പ്രൊഫഷണൽസിനൊക്കെ പുതിയ പോസ്റ്റിങ്ങിനുള്ള സാധ്യതയുണ്ട്, പ്രൊമോഷൻ സാധ്യത, സാലറി അറിയേഴ്സ്, അതുപോലെ ബെറ്റർ കമ്പനിയിലൊരു പ്ലേസ്മെൻറ്റ്, MNCയിൽ പ്ലേസ്മെൻറ്റ്, പ്രൊഫഷണൽസിന്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനൊക്കെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് എമർജ് ചെയ്യും. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നുവെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈ വാരം അങ്ങനെയല്ല. കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള ഒരു അവസരങ്ങൾ ഇങ്ങനെ വരും. ഈ അവസരങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരണമെന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലെത്തി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. പുതിയ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവൈൽ ചെയ്യണം. അത് അലേർട്ടായിരിക്കണം. എന്നാലേ എവിടെയൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി വന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം അറിയാം. വിവാഹം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യം ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. സന്തതിയുടെ ജനനവും ഉണ്ടാകാം. സന്തതിയുടെ ജനനത്തിന് എന്തെങ്കിലും തടസ്സമുള്ളവർക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഫലിക്കുവാനും സന്തതി ലഭിക്കുവാനും ഭാഗ്യമുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾക്കുള്ള യോഗമുണ്ട്. എക്സാംസൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലേസ്മെൻറ്റ് വന്നു ചേരുവാനും ഭാഗ്യമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ തന്നെയാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. അവിടെ പുഷ്പാഞ്ജലി കഴിയുമെങ്കിൽ നടത്തുക. അതോടൊപ്പം ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന പല തടസ്സങ്ങളും, ഈ സ്റ്റാഗ്നേഷൻ എല്ലാം ഇങ്ങനെ സെയിൽസ് ആകാതിരിക്കും. ഇതൊക്കെ അനുകൂലമായിട്ട് വന്നു തുടങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 1/4 ഭാഗം. ഒരു മനസ്സമാധാനക്കുറവ് വരുന്നില്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാകും. പ്രത്യേകിച്ച് 48 വയസ്സ്, 4ാം വ്യാഴവട്ടം കഴിഞ്ഞവർക്കൊക്കെ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. കാരണമില്ലാതെ തന്നെ മനസ്സിന് വിഷമം. ഇപ്പോൾ എന്തായത്, ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല, ഉറക്കത്തിൽ ഇടയ്ക്ക് എഴുന്നേക്കും വരുമ്പോൾ ഒരു ടെൻഷൻ. പ്രത്യേകിച്ചൊരു കാരണം വേണ്ട. നമുക്കിപ്പോൾ ഒരു പണം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നഷ്ടപ്പെടും, അങ്ങനെയുള്ളൊരു ടെൻഷൻ, ഒരു കാരണമുണ്ട്. ഇത് കാരണമൊന്നുമില്ല. ഇങ്ങനെ ഉറക്കത്തിലൊക്കെ ഇടയ്ക്ക് എഴുന്നേറ്റിരിക്കുക, അപ്പോഴേക്കും ഒരു ടെൻഷൻ, രാവിലെ എഴുന്നേൽക്കുമ്പോഴും എന്തോ ഒരു ലക്ഷ്യബോധമില്ലായ്മ ഒക്കെ തോന്നൽ വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ അതിജീവിക്കേണ്ടത് അത്യാവശ്യമുള്ളൊരു സമയമാണ്. ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിലും ഒന്നും നടക്കുന്നില്ല, ഇപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന ബിസിനസ്സൊക്കെ വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം എന്നില്ല. അപ്പോൾ അതൊക്കെ കൺസ്ട്രക്റ്റീവായിട്ട് ഉപയോഗിക്കുവാനുമൊക്കെ ആയിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. വ്യാഴാഴ്ചകളിൽ ശ്രീ വിഷ്ണു, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക. കഴിയുമെങ്കിൽ അവിടെ ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ 1/4 ഭാഗം, അനിഴം തൃക്കേട്ട. ലാൻഡ്, വസ്തു വന്നു ചേരുക, അല്ലെങ്കിൽ ഗൃഹത്തിൽ പാർട്ടിഷൻ നടക്കുക, വസ്തു വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക, ഫ്ലാറ്റ് വാങ്ങുന്നതിനെക്കുറിച്ച് ചില പ്ലാൻസൊക്കെ തയ്യാറാക്കുക, അതിനാവശ്യമായിട്ടുള്ള ലോണൊക്കെ കിട്ടുക, പുതിയ വാഹനം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. എന്നാൽ പഴയ വാഹനം, സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസ് വാങ്ങുവാൻ പറ്റിയൊരു സമയമല്ല. അതിന് കൂടുതൽ എക്സ്പെൻസസ് വരുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബമൊക്കെ നന്നായിട്ടൊന്ന് മോടി പിടിപ്പിക്കുവാൻ ഒരു റീപെയിൻറ്റിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ള താല്പര്യമുള്ള ഒരു സമയമാണ്. അതിനാവശ്യമായിട്ടുള്ള പണമൊക്കെ വന്നു ചേരും. എന്നാൽ
എന്നാൽ ചിലവൊന്ന് ലിമിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശനി അത്ര അനുകൂല ഭാവത്തിലല്ല. അവിചാരിതമായിട്ടുള്ള ചിലവുകൾ എമർജ് ചെയ്യാനുള്ള സാധ്യത വരും വാരങ്ങളിലുണ്ട് എന്നുള്ളതുകൊണ്ട് അല്പം ഒരു പണം കീപ്പ് ചെയ്ത് വെക്കണം. നമ്മുടെ റിസ്ക് ക്യാഷ് എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് പണം വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പണമൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. ആഡംബരങ്ങൾക്ക് പണം ചിലവാക്കുവാൻ താല്പര്യം വരുന്ന ഒരു വാരമാണ്. അനിഴം നക്ഷത്രക്കാർ കോപ സ്വഭാവമുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ചോളുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കുള്ള സാധ്യത ഓഫീസിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു എനിമി ക്രിയേഷൻ, ശത്രുത ഉണ്ടാക്കുവാനുള്ള സാധ്യതയും ഏറെയാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണം. ദൈവാധീനം അത്യാവശ്യമുള്ളൊരു സമയമായതുകൊണ്ടാണ് പല കാര്യങ്ങളും അനുകൂലം ആയിട്ട് വന്നു ചേരും. ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക, ശനിക്കൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ശനിയുടെ സ്തോത്രം ദിവസവും ജപിക്കുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നുള്ളതിൽ സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ കുടുംബത്തിൽ വരുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. കുറച്ചു കാലമായിട്ടുണ്ടായിരുന്ന ലക്ഷ്യബോധക്കുറവൊക്കെ അങ്ങോട്ട് മാറി ഒരു ലക്ഷ്യവുമായി മുന്നോട്ട് പോകുവാനുള്ളൊരു താല്പര്യം വരുന്നുള്ളതാണ്. വളരെ ഡ്രൈ ആയിട്ട് ജീവിച്ചിരുന്ന പലരും കുറച്ച് ആഘോഷപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിലേക്ക് മാറുവാനുള്ള സാധ്യതയുണ്ട്. അതിനാവശ്യമായിട്ടുള്ള വരുമാനവും ഉണ്ടാകും എന്നുള്ളതാണ്. ജോലിയിൽ ചെറിയ ഉയർച്ചയ്ക്കുള്ള സാധ്യത ഉണ്ടാകും. എന്നാൽ സുപ്പീരിയർ ഓഫീഷ്യൽസുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാധ്യതയുണ്ട്. ഈ രാശിയിൽ ജനിച്ച ചിലർക്കൊക്കെ അനുകൂലമായിട്ടുള്ള ജാതക ഫലം അല്ല, അതായത് ദശാഭാരങ്ങൾ അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ ജോലി വിടാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാവും. എന്നാൽ ജോലി മാറുവാൻ പറ്റിയൊരു സമയമല്ല. പുതിയ ജോലി എളുപ്പം ലഭിക്കാനായിട്ട് കാലതാമസമോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമോ ഒക്കെ വരാം എന്നുള്ളതുകൊണ്ട് ജോലി മാറുന്നതൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. പുതിയ കോഴ്സസിനൊക്കെ അഡ്മിഷൻ ലഭിക്കുവാനും അത് വിജയത്തിലെത്തിക്കുവാനും കഴിയും എന്നുള്ളതിൽ സംശയം വേണ്ട. മെഡിക്കൽ പ്രൊഫഷനിലുള്ളവരും എൻജിനീയറിംഗ് പ്രൊഫഷൻ, പിന്നെ ലോ, മാനേജ്മെൻറ്റ്, ഈ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉണ്ട്. അത് വേണ്ട രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുവാനും കഴിയും എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. അവിചാരിതമായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ ഒരുപക്ഷെ പ്രണയത്തിലേക്കോ അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദത്തിലേക്കോ എത്തുവാനുള്ള ഭാഗ്യം, അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതം ഒന്ന് കളർഫുള്ളാകാനുള്ള ഭാഗ്യവും ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അനുകൂലമായിട്ടുള്ള ഈ ഫലസൂചനകളിലെ തടസ്സങ്ങളൊക്കെ നീക്കേണ്ടത് അത്യാവശ്യം എന്നുള്ള കാര്യം അറിയുക. ചൊവ്വാപ്രീതിയാണ് വരുത്തേണ്ടത്. അതിനായിട്ട് ചൊവ്വയുടെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോൾ അത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും നൽകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ചൊവ്വ എന്ന് പറയും, എട്ടിലെ ചൊവ്വ ചെറിയ പ്രയാസങ്ങൾ നൽകാം എന്നുള്ളതുകൊണ്ട് ചൊവ്വയ്ക്ക് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ചൊവ്വയ്ക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക, ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുക. ഇതാണ് അതിനുള്ള പരിഹാരം. ചൊവ്വയുടെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചുകൊള്ളുക. എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മകരം രാശി ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പല തടസ്സങ്ങളുമൊക്കെ നീങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ജോയിൻസിൻ്റെ വേദന അതൊക്കെ ഒന്ന് ഉണ്ടാവും, പക്ഷേ അതിന് കുറവ് അനുഭവപ്പെടും. ട്രീറ്റ്മെൻറ്റൊക്കെ ഫലിക്കുന്ന ഒരു സമയമാണ്. കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാവും. സന്തതി ഈ ഭാവത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സന്തതിയുടെ ജനനത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിരുന്നവരുടെ ആ പ്രയാസങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങും. ട്രീറ്റ്മെൻറ്റൊക്കെ ഫലിക്കുന്ന ഒരു സമയമാണ്. അവിചാരിതമായി അല്പം പണം ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. കോസ്റ്റ്ലി പ്രസൻസ് ലഭിക്കുവാനുള്ള യോഗവും കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. വിവാഹ കാര്യങ്ങളിലൊരു തീരുമാനമാകും. പ്രണയം ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു ഓറിയൻറ്റേഷനോട് ഒരു പ്രണയത്തിൽ എത്തുവാനുള്ള ഭാഗ്യം, പ്രണയം വിവാഹത്തിൽ എത്തുവാനുള്ള യോഗവുമൊക്കെ ഈ വാരം കാണുന്നു. പ്രൊഫഷണൽ കോഴ്സസിന് അഡ്മിഷൻ ലഭിക്കുവാനും അത് വേണ്ട രീതിയിൽ പൂർത്തിയാക്കുവാനും കഴിയുന്ന ഒരു വാരമാണ്. നല്ലൊരു ജോലി തലപ്പെടുവാനുള്ള ഭാഗ്യവുമുണ്ട്. വിദേശ ജോലിക്കുള്ള യോഗവുമുണ്ട്. പൊതുവെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. തടസ്സങ്ങൾ മാറ്റുവാനായി ശനിയാഴ്ചകളിൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യാവശ്യം. അവിടെ നീരാജനം കഴിപ്പിക്കുന്നതുകൊണ്ട് പ്രയാസങ്ങൾ കുറയും. അയ്യപ്പ പ്രീതി വരുത്തുക എന്നുള്ളത്. അയ്യപ്പ സ്തോത്രം ജപിച്ചോളൂ. എല്ലാ തടസ്സങ്ങളും നീങ്ങി. വർഷങ്ങളായിട്ടുള്ള തടസ്സങ്ങളിലാണ് കുറവ് വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അങ്ങനെ നല്ലൊരു സ്ഥിതിയിലെത്തുവാനുള്ള ഭാഗ്യം ഉണ്ടാകും. ചികിത്സയ്ക്കും ഒക്കെ സിദ്ധിയുണ്ടാകുന്ന ഒരു സമയമാണ്. അതിനും ഈ പ്രാർത്ഥന വളരെയധികം സഹായിക്കും. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം.
പലപ്പോഴും ഇങ്ങനെ തോന്നാം, ഒരു കാര്യവും അങ്ങോട്ട് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നാം. എല്ലാത്തിനും ഒരു തടസ്സം, ആ ഒരു ഊർജ്ജസ്വലത കുറവും വരും. ഒന്നും ഇപ്പോൾ നമ്മൾ ശ്രമിച്ചതൊന്നും ശരിയാവുന്നില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് ശ്രമിക്കാൻ വയ്യ, അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാവുമോ എന്ന് ചിലപ്പോൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു സമയവും ആയിരിക്കും. വിവാഹ കാര്യത്തിലും അതുപോലെ തന്നെ, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരാം. അത് കഴിഞ്ഞ കാല ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ്. ആ ഒരു കാലം കഴിഞ്ഞു പോവുകയാണ്. ഇനി പല കാര്യങ്ങളിലും നമ്മൾ ഇടപെടുന്നത് വിജയത്തിലെത്തുവാനുള്ള ഭാഗ്യമുണ്ട്. വാഹനമൊക്കെ വാങ്ങുന്നത്, സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്നത് നല്ലതല്ല എന്നുള്ള കാര്യം അറിയാം. വാഹനത്തിന് റിപ്പയറൊക്കെ വരുന്ന ഒരു സമയം തന്നെയാണ്. ഗൃഹത്തിനും ചില അറ്റകുറ്റപ്പണികളൊക്കെ വരാം. എന്തെങ്കിലും ടാക്സ് റെമിറ്റൻസിലൊക്കെ എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തു തീർക്കേണ്ട ഒരു സാഹചര്യം വരും. അതുകൊണ്ട് എത്ര പണം കയ്യിലുണ്ടായിരുന്നാലും അതൊക്കെ ചിലവായി പോകുവാനുള്ള സാധ്യത, അവിചാരിതമായിട്ടത് സ്പെൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് ഒരു കോഷൻ വേണം സ്പെൻഡിങ്ങിൽ. അത് പ്രത്യേകിച്ച് അറിയാം. ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണം. ടെൻഷൻസ് വരാം. വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് അവിചാരിതമായിട്ടുള്ള ടെൻഷൻസ്, ആ ടെൻഷൻ പ്രോൺനെസ് ഉള്ളവർ, ആ സ്വഭാവമുള്ളവരാണെങ്കിൽ വളരെയധികം ടെൻഷനും എക്സാമിന് വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്താലും നന്നായിട്ട് എഴുതാൻ കഴിയാത്ത ഒരവസ്ഥ, കോമ്പറ്റേറ്റീവ് എക്സാംസിൽ അത്രയും അങ്ങോട്ട് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ, റിസർച്ച് സ്റ്റുഡൻസിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങളെല്ലാം ഡിലേഡ് ആകാനുള്ള സാധ്യത ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ പ്രയാസങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യം. ഹനുമൽ പ്രീതിയാണ് അത്യാവശ്യം വരുത്തേണ്ടത്. ഹനുമാൻ ചാലീസ ദിവസവും ജപിച്ചുകൊണ്ട് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഹനുമൽ ക്ഷേത്ര ദർശനം നടത്തിക്കോളൂ. ഇപ്പോൾ പറഞ്ഞ പ്രയാസങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങി ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. മീനം രാശി, പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ചെലവ് ഏറിയിരിക്കുന്ന വാരമാണ്. അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് വരാം. ആർക്കെങ്കിലും ആരോഗ്യ പ്രയാസങ്ങളോ യാത്ര അത്യാവശ്യമായി വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് കയ്യിലെ ക്യാഷ് ഡ്രെയിൻ ചെയ്തു പോകാനുള്ള സാഹചര്യമുണ്ട്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണം അധികം ചിലവാകുവാനും ഇത് ഒരു മനസ്വസ്ഥത കുറയ്ക്കുവാനും സാധ്യതയുള്ള സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ ലക്ഷ്യബോധം കുറയാം, താല്പര്യം കുറയാം, അലസതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ അലസതയിലേക്ക് പോയി കഴിഞ്ഞാൽ 7 ശനിയുടെ ഒരു ആരംഭം കൂടിയാണ്. പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ വലിയ പാടാണ് എന്നുള്ളതുകൊണ്ട് മാതാപിതാക്കൾ, ഈ രാശിയിൽ ജനിച്ച കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, ആവശ്യമെങ്കിൽ ട്യൂഷൻ സപ്പോർട്ടും ഒക്കെ കൊടുത്തുകൊണ്ട് അവരുടെ പഠന കാര്യങ്ങളും സൗഹൃദം പ്രത്യേകിച്ചും ഒന്ന് മോണിറ്റർ ചെയ്യണം. നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കേണ്ട ഒരു കാലമാണ്. അലർജി കണ്ടീഷൻ, സ്കിൻ ട്രബിൾസ്, വീഴ്ച, മുറിവ് ഇവയ്ക്കുള്ള സാധ്യതയും ഏറെയാണ്. അതുകൊണ്ട് ഹൈ സ്പീഡ് ഡ്രൈവിങ്ങും റൈഡിങ്ങും ഒന്നും പാടില്ല. ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കി കൊണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പുതിയ പ്രോജക്ട്സ്, ബിസിനസ് എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ, അതിനൊന്നും നല്ല സമയമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. എന്നാൽ സാമ്പത്തികമായിട്ട് അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടായി സുഖമായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം വരും. പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി പഞ്ചമിക്കും ആയില്യത്തിനും അടുത്ത ക്ഷേത്രത്തിലെ നാഗർക്ക് 100 പാലും നൽകുക. അവിടെ സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ശ്രീ നാഗരാജ അഷ്ടോത്തര ശതനാമാവലി ദിവസവും ജപിക്കുന്നതും കൊണ്ട് ഈ രാശിക്കാർക്കുള്ള പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങി ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കാം. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. മെയിൽ അയക്കുമ്പോൾ കംപ്ലീറ്റ് നെയിം, ഏത് സ്ഥലമാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവയും ഉണ്ടായിരിക്കണം. കഴിയുന്നത് ഈ പ്രോഗ്രാമിലൂടെ മറുപടി നൽകുവാൻ ശ്രമിക്കാം. സന്തോഷമായിട്ടിരിക്കുക. ഇനി മെയിൽസ് ആണ് ഈ ആഴ്ച വന്നിട്ടുള്ളതിൽ ധാരാളം പേര് ഈ പ്രോഗ്രാം കണ്ടിട്ട് ആശംസകൾ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, പലതരത്തിലും ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ പ്രാർത്ഥനയോടുകൂടി ഐശ്വര്യം വരട്ടെ എന്ന് ആശംസിക്കുന്നു എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിൽ വെച്ചോളൂ കേട്ടോ. എല്ലാവർക്കും ഐശ്വര്യം വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി രണ്ടാമത്തെ മെയിൽ മിസ്റ്റർ ആശിഷ് ദേവ് മലേഷ്യയിൽ നിന്നാണ്. നക്ഷത്രം തിരുവോണം. കോസ്മെറ്റിക്സ്, ഇന്ത്യൻ ആയുർവേദിക് പ്രോഡക്ട്സ് ഒക്കെയാണ്, സെയിൽസാണ് പ്രധാനമായിട്ടും. ഇൻകമുണ്ട്, എന്നാൽ കയ്യിലൊന്നും നിൽക്കുന്നില്ല. സാമ്പത്തികമായി വളരെയധികം പ്രയാസങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ഈ ജാതകം അനുസരിച്ച് 12-മായി ബന്ധപ്പെട്ട് വ്യാഴനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണച്ചെലവ് വളരെ കൂടുതലായിരിക്കും. ബിസിനസ് എന്ത് നടത്തിയാലും വിജയിക്കും, പക്ഷേ കയ്യിൽ പണം നിൽക്കാത്തത് കൊണ്ട് പിന്നീട് ബിസിനസ്സിൽ ചിലപ്പോൾ ക്ലോഷർ തന്നെ വേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ബാധ്യത വരുത്താതിരിക്കാനായിട്ട് 7-ാം ഭാവമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് വൈഫിൻ്റെ അഡ്വൈസ് എടുക്കാവുന്നതാണ്. സ്വന്തം ഒരു ഡിസിഷൻ അനുസരിച്ച് മുന്നോട്ട് പോയാൽ പിന്നീട് നഷ്ടമായിരിക്കും ഫലം. അത് ജാതകത്തിൻ്റെ ഒരു പ്രത്യേകത. നല്ല സമയം ചീത്ത സമയം എന്നൊന്നുമില്ല. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. അതിനോടൊപ്പം ഒരു സ്ഥിര ജോലി ലഭിക്കുമെങ്കിൽ അതിനു കൂടി ശ്രമിക്കുന്നത് വളരെ നന്നായിരിക്കും, സന്തോഷമായിരിക്കും. മിസ് ദേവിക ചേർത്തല, നക്ഷത്രം ചോതി, 32 വയസ്സ്, M.Tech PhD ആണ്. വിവാഹമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വിവാഹമുണ്ട്. 7-ാം ഭാവാധിപൻ ശക്തനാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇപ്പോൾ അത്ര നല്ല സമയമല്ല. ദൈവാധീനം അല്പം കുറഞ്ഞിട്ടുള്ള സമയമാണ്. വ്യാഴൻ മറഞ്ഞതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് വ്യാഴാഴ്ചകളിൽ വ്രതമെടുത്ത് ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനവും അവിടെ പുഷ്പാഞ്ജലിയും കഴിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു സ്വയംവര പുഷ്പാഞ്ജലി ഒരു വെള്ളിയാഴ്ച കഴിപ്പിച്ചോളൂ. അഗതിക്ക് ദാനം നൽകി, മധുരദാനം നൽകി. പ്രത്യേകിച്ചും ശിവപാർവതി സ്തോത്രം ദിവസവും ജപിക്കും. വിവാഹകാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. നല്ലൊരു വിവാഹം തന്നെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ജാതകത്തിലുണ്ട്, സന്തോഷമായിരിക്കും. ശ്രീമതി നാരായണിയമ്മ ചെങ്കലിൽ നിന്നാണ്. മകൾ 30, ആയില്യം നക്ഷത്രം, വിവാഹം നടന്നിട്ടില്ല, ചൊവ്വാദോഷമുണ്ട് എന്ന് പറയുന്നു. തന്ന സമയം ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന സമയം വെച്ച് ചൊവ്വാദോഷമില്ല. ചൊവ്വ 9-ലാണ്. അപ്പോൾ ചൊവ്വാദോഷം വിധിക്കേണ്ട കാര്യമില്ല. പക്ഷേ 7-മായിട്ട് ബന്ധപ്പെട്ട ശനിയുണ്ട്. 7-മായിട്ട് ബന്ധപ്പെട്ട ശനിയുണ്ട് എന്നുള്ളതുകൊണ്ട് അത് വിവാഹം വൈകിക്കാം. വിവാഹ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ നൽകാം എന്നുള്ളതുകൊണ്ട് നന്നായി ജാതക പൊരുത്തം നോക്കി പ്രാർത്ഥനയോടുകൂടി ഈശ്വരനിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് വേണം വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുവാൻ എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് വേണം വേണ്ട ഉപദേശങ്ങൾ കൊടുക്കേണ്ടത് എന്ന് അറിയാം. അല്പം കോപസ്വഭാവമൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ നിയന്ത്രിക്കണം. കുടുംബജീവിതത്തിന് കോപസ്വഭാവം നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യവും അറിയാം. എല്ലാ ഐശ്വര്യങ്ങളും വരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. വെള്ളിയാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും ദേവീക്ഷേത്ര ദർശനം കൂടി നടത്തിക്കോളൂ കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും വരും, സന്തോഷമായിരിക്കാം. മിസ്സസ് അസ്ന സരിത്ത്, നക്ഷത്രം അശ്വതി, ഫുഡ് ഐറ്റംസിൻ്റെ ബിസിനസ്സാണ്. 38 വയസ്സായി. ഭാവി എങ്ങനെയാണ്? ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും തടസ്സമാണ്. അശ്വതി നക്ഷത്രമാണ്. ഇപ്പോൾ ഭേദപ്പെട്ട കാലം ആരംഭിച്ചിട്ടുണ്ട്. വിജയത്തിലെത്താനുള്ള ഭാഗ്യമുണ്ട്. ധാരാളം പണം എന്തായാലും 2025 ആദ്യ ഭാഗത്ത് തന്നെ ലഭിക്കും എന്നുള്ളതിൽ സംശയമുണ്ട്. ഇപ്പോഴേ ആ പീരീഡ് ആരംഭിച്ചിട്ടുണ്ട്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിസിനസ് അത്ര അനുയോജ്യമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മറ്റെന്തെങ്കിലും ജോബ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ബിസിനസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡെയോ അവരുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ വീട്ടുകാരുടെയോ ഒക്കെ സഹായത്തോടുകൂടി മാത്രം ബിസിനസ്സിൽ മുന്നോട്ട് പോവുക. ഇപ്പോൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നഷ്ടത്തിൽ പോകാനും ഒരുപക്ഷെ ബിസിനസ് തന്നെ നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിയുക. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിന് കനകധാരാ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങും, സാമ്പത്തികമായിട്ട് ഉയർച്ച വരും എന്നുള്ളതിലും സംശയം വേണ്ട, സന്തോഷമായിരിക്കുക. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓം ശ്രീ വിഘ്നേശ്വരായ നമഃ.